പോഖ്രാനിലെ DRDO ഗസ്റ്റ് ഹൗസ് മാനേജറായ മഹീന്ദ്ര പ്രസാദാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് അറസ്റ്റിലായത്. സുരക്ഷാ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ഇയാൾ പാകിസ്ഥാനിലേക്ക് ഫോൺ കോളുകൾ നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹേന്ദ്ര പ്രസാദിനെ സുരക്ഷാസേന നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ഇയാളുടെ ഫോൺ കോളുകളും മറ്റ് ആശയവിനിമയങ്ങളും പരിശോധിച്ചതിൽ നിന്ന് പാകിസ്ഥാനിലെ ചില നമ്പറുകളിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. DRDO ഗസ്റ്റ് ഹൗസിലെ മാനേജർ എന്ന നിലയിൽ തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയോ എന്ന് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. പോഖ്രാൻ ആണവ പരീക്ഷണങ്ങളുടെ കേന്ദ്രമായതിനാൽ ഈ പ്രദേശം രാജ്യത്തെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെയുള്ള വിവരങ്ങൾ ചോർന്നോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ പാകിസ്ഥാൻ ചാരപ്രവൃത്തിക്കായി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ പൗരന്മാരെ കെണിയിൽ വീഴ്ത്തുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ കേസിൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ സ്വാധീനമുള്ളവരെ ലക്ഷ്യമിട്ടുള്ള ഒരു ചാരശൃംഖലയുടെ ഭാഗമായിരുന്നു ഇവർ. ഇതുകൂടാതെ മയക്കുമരുന്ന് മാഫിയകൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലഹരിമരുന്ന് കടത്തുകാർക്ക് ചാരപ്രവർത്തനത്തിനുള്ള പരിശീലനം നൽകുന്നതായും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. മഹേന്ദ്ര പ്രസാദിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റു പാകിസ്ഥാൻ ചാരന്മാരെക്കുറിച്ചും പാകിസ്ഥാനി കൈമാറിയ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സുരക്ഷാ ഏജൻസികൾ കരുതുന്നത്. ഇയാൾ ഏതു തരത്തിലുള്ള വിവരങ്ങളാണ് കൈമാറിയതെന്നും ഇയാൾക്ക് ഈ ചാരശൃംഖലയിൽ മറ്റാരുമായൊക്കെ ബന്ധമുണ്ടെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇത്തരം ചാരപ്രവർത്തനങ്ങൾ തടയാൻ സൈബർ സുരക്ഷയും നിരീക്ഷണവും കൂടുതൽ ശക്തമാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി 24.